വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിനെ ന്യായീകരിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പണ്ട് ഇടതുപക്ഷം ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്തു. എന്നാൽ പുതിയ സാഹചര്യം അതാണോ എന്നതായിരുന്നു ധനമന്ത്രിയുടെ ചോദ്യം. വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ചർച്ചകൾ വേണമെന്നാണ് സർക്കാർ പറഞ്ഞതെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിൽ CPM-ന്റെ പുതിയ നയത്തിനെതിരെ വിമർശനം തുടരുന്നതിനിടെയാണ് ധനമന്ത്രിയുടെ ന്യായീകരണം. കണ്ടുകൊണ്ടുവന്നവരുണ്ടവിടെ. സാർ എന്താണ് സാർ ഞങ്ങൾ ഇതിനകത്ത് എന്താ പറഞ്ഞത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയിലും സാർ, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നാകെ 13 ലക്ഷത്തോളം പേര് പുറത്തു പോകുന്നു. അല്ല, എഫക്റ്റീവായിട്ട് 6-7 ലക്ഷം പേര് പോയി എന്നാണ് ഒരു കണക്ക്. 13 ലക്ഷം പേര് അപ്ലൈ ചെയ്തു. 4% കേരളക്കാരാ. 30,000 പേരെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു വർഷം പുറത്തേക്ക് പോവാണ്. 40,000 പേരെങ്കിലും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞോ ഞങ്ങൾ നേരത്തെ പറഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നിങ്ങൾ ഞങ്ങളെക്കാളും നന്നായി പഠിച്ചു, ഞാൻ നിങ്ങളെക്കാളും മോശമായി പഠിച്ചു എന്നുള്ള വിഷയമാണ് ഇവിടെ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ്. സാർ, ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന്റെ പ്രത്യേകത, കേരളം 30 വർഷം മുമ്പോ 60 വർഷം മുമ്പോ പറഞ്ഞ കാര്യമാണോ സാർ? 60 വർഷം മുമ്പ് 50 വർഷം മുമ്പ് ട്രാക്ടർ വരുമ്പോ, അല്ലെ 40 വർഷം മുമ്പ് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനെതിരെ, ഇപ്പൊ മണിയാശാനൊക്കെ ഏറ്റവും സീനിയറായ തലമുറപ്പെട്ടവരാ. ട്രാക്ടറിനെതിരെ ഞങ്ങളുടെ അന്നത്തെ തലമുറ സമരം ചെയ്തിട്ടുണ്ട്. എവിടെയാ? കുട്ടനാട്ടിലും മറ്റും. എന്താന്ന് കാര്യം? 3000 തൊഴിലാളി വന്ന് നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് പാടശേഖരങ്ങളിൽ കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടാത്തൊരു കാലത്ത് അന്ന് സമരം ചെയ്ത പോലാണോ ഇപ്പോ? കമ്പ്യൂട്ടർ അതെ, അതാണ് കാര്യം. 3000 പേര് അല്ല, 3000 പേര് ജോലി ചെയ്യാൻ വരുമ്പോ അന്ന് യന്ത്രവൽക്കരണം വരുമ്പോ ആ യന്ത്രം ഇപ്പൊ അതുപോലല്ല. വിദേശ സർവകലാശാലകൾ നയമായി സർക്കാർ എടുത്തിട്ടില്ല. പാർട്ടിയുടെ നയമാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ടൂറിസം മേഖലയിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എല്ലാം ഇത് വരണം. ഞങ്ങൾ എന്നും നേരത്തെ പറഞ്ഞത് ഇത് പുതിയൊരു കാര്യമല്ല. EMS-ന്റെ മന്ത്രിസഭയുടെ കാലത്ത് മാവൂർ ഗാളിയർ റൈൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് വരാമെങ്കിൽ ഇന്ന് അതിനേക്കാളും വലിയ പുതിയ കാര്യമല്ല. ചൈനയിൽ ഇപ്പൊ നടക്കുന്ന കാര്യം, ചൈനയിൽ നടന്ന ഡെവലപ്മെന്റ് കാര്യമുണ്ട്. അവിടെ എല്ലാവരും ശ്വാസം മുട്ടിക്കാൻ ചെന്നപ്പോൾ അവിടെ കാര്യമുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള സംശയം ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, മാഷ് നമ്മുടെ MLA കൂടിയാണ്. മാഷ് പറഞ്ഞ എന്താ, ഞങ്ങളിത് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ CPM-നെ ഇപ്പോൾ ഈ നയം എടുത്തിട്ടില്ല. CPM അല്ല എല്ലാ നയവും ഗവൺമെന്റ് നടത്താൻ പറ്റില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതിനൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല. വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ചർച്ചകൾ വേണമെന്നും സർക്കാർ ചർച്ചകളാണ് മുന്നോട്ട് വച്ചതെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.